മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കാമാനോവിക് വീണ്ടും പരിശീലകനായിക്കൊണ്ട് തിരിച്ചെത്തുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും FC ഗോവയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരവുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ FC ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള TG പുരുഷോത്തമനും ഡാനിഷ് ഫറൂഖുമാണ് മാധ്യമങ്ങളെ കാണാനായിട്ട് എത്തുന്നത്. ഇന്നാണ് ആ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് നടക്കുക. ആ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ നോഹ സദോരി FC ഗോവയ്ക്കെതിരെ അവൈലബിൾ ആകുമോ എന്നൊരു കാര്യത്തിന് കൺഫർമേഷൻ ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. മാത്രമല്ല നോഹ ഒരു പുതിയ സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട്. തനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നോഹയുടെ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് നോഹയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരമായിരുന്ന ദിമിത്രോസ് റാമൻഡോക്കോസിപ്പോയിത ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായിരുന്ന ഇവാൻ ബുക്കാമാനോവിക്കിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവാൻ ആശാൻ വളരെ മികച്ചൊരു പരിശീലകനാണെന്നും കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് ഞാൻ വളരെയധികം ആസ്വദിച്ചായിരുന്നു ഇവാൻ ആശാനും കീഴിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവാൻ ബുക്കാമാനോവിക്ക് തിരിച്ചു വരാൻ താൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദിമിത്രോസ് ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. ദിമിത്രോസൊക്കെ എത്രത്തോളം ഇവാൻ ആശാൻ എന്നൊരു പരിശീലകൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ദിമിത്രോസ് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രതികരണങ്ങളൊക്കെ. ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഇവാൻ ആശാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ട ശേഷം മറ്റൊരു ടീമുമായിട്ടും പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയാണ്. ഇവാൻ ആശാൻ വീണ്ടും പരിശീലകനാകാൻ പോകുന്നുവെന്നും മറ്റൊരു ടീമുമായിട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുതുതായി പുറത്തേക്ക് വന്നിട്ടുള്ള ന്യൂസുകൾ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.